പൂരനഗരിയെ പാപ്പാ നഗരിയാക്കി തൃശൂരിന്റെ സ്വന്തം ബോൺനത്താലെ. പതിനായിരങ്ങൾ അണിനിരന്ന വർണ്ണാഭമായ കരോൾ ഘോഷയാത്രയോടെ സാംസ്കാരിക നഗരിയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സമാപനമായി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകുന്നതായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച തൃശൂരിലെ പാപ്പാ സംഗമം. തൃശൂർ അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നായി 15,000-ഓളം പേരാണ് പാപ്പാ വേഷധാരികളായി ആഘോഷയാത്രയിൽ അണിനിരുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയാണ് ഒരേ മനസ്സോടെ പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ബോൺനത്താലെ കരോൾ ഗാനത്തിനൊപ്പം നഗരവീതിയിൽ ചുവടുകൾ വെച്ചത്. വിവിധ സംഘങ്ങളുടെ ഫ്ലാഷ് മോബും കരോൾ ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. കുട്ടിമാലാകമാരും ഭിന്നശേഷിക്കാരും അംഗപരിമിതരുമിറങ്ങുന്ന വീൽചെയർ പാപ്പമാരും റോളർ സ്കേറ്റിംഗ് പാപ്പമാരും നഗരത്തെ ആഘോഷ ആവേശത്തിലാഴ്ത്തി. AI സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയുള്ള 4 ചലിക്കുന്ന പ്ലോട്ടുകൾ റാലിക്ക് പകിട്ടേകി. കൂടാതെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ 15 വലിയ നിശ്ചല ദൃശ്യങ്ങളും കാഴ്ചയ്ക്ക് കൂടുതൽ മിഴിവേകി. ക്രിസ്മസ് വില്ലേജും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും തിരുപ്പിറവി അടക്കമുള്ള ബൈബിൾ രംഗങ്ങളും കാഴ്ചയ്ക്ക് വിരുന്നേകി. സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന ഘോഷയാത്രയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ആയിരങ്ങളാണ് പാപ്പാ സംഗമം വീക്ഷിക്കാനായി നഗരത്തിലേക്ക് എത്തിയത്.